ഇവിടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 പിള്ളേരെ അവരുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടുമെന്ന് പേടിച്ച് ഗ്രാമത്തിൽ നിന്ന് ഓടിപ്പോയി ചെന്നൈയിലേക്ക് എത്തി. വന്ന് കാല് കുത്തിയ ആദ്യ ദിവസം തന്നെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്ന ക്യാഷും സ്വർണവും അടങ്ങിയ ബാഗ് ആരോ അടിച്ചുകൊണ്ട് പോയി. വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ഒരു ഹോട്ടലിൽ കയറി വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. അതിന് പണം കൊടുക്കാനില്ലാതെ അവിടെ നിന്ന് ഓടി വരുന്ന വഴിയിൽ ഒരാൾ അവരെ സഹായിച്ചു. ജോലി തരാമെന്ന് പറഞ്ഞ് അയാൾ നടത്തുന്ന ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ താമസിപ്പിച്ചു. അവരെ അവിടെയുള്ള എല്ലാ ജോലി കഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങി. ബാക്കിയുള്ളവരും ശമ്പളം വാങ്ങാൻ എത്തിയതും ക്യാഷ് കിട്ടുമെന്ന് വിചാരിച്ചു പോയി നിന്നാൽ അവരെ കണ്ടതും ഡേ മുരുക, പിള്ളേർക്ക് ക്യാഷ് കൊടുറാ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ക്യാഷ് ആണോ വേണ്ടതെന്ന് പറഞ്ഞ് ആ പിള്ളേരെ പൊതിരെ തല്ലാൻ തുടങ്ങി. നമ്മുടെ അച്ഛന്മാര് പോലും ഇങ്ങനെ തല്ലിയിട്ടില്ല, ഇവരെന്താടാ ഇങ്ങനെ എന്ന് പറഞ്ഞ് പിള്ളേർ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. പിള്ളേരെയും നല്ല ജോലി എടുപ്പിക്കും. വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കഴിച്ചു ബാക്കിയാക്കിയ ഫുഡാണ് അവർക്ക് കൊടുക്കുന്നത്. ഇവരെ ഒരു വഴിയുമില്ലാതെ വിശന്നിട്ട് അത് തന്നെ എടുത്തു കഴിക്കും. എങ്ങനെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പ്ലാൻ ചെയ്തു നോക്കിയാൽ 3 പേരെ അവിടെയുള്ള പാചകക്കാരൻ കണ്ടുപിടിച്ചു. അതിന് കുറേ തല്ല് കിട്ടി. ഇവരെന്താടാ ചെണ്ടേ, കിട്ടി കിട്ടി കിട്ടി. പിള്ളേർക്കും സ്വന്തം അച്ഛന്റെ അമ്മയുടെയും വില മനസ്സിലായി. വേറൊരു സൈഡിൽ മക്കളെ കാണാനില്ല എന്ന് മനസ്സിലായി അവരുടെ അച്ഛന്മാരും 3 പേരുടെയും ഫോട്ടോ കൊടുത്തു. കാണാനില്ല എന്ന് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ അവിടേക്ക് ഫുഡ് കഴിക്കാൻ വന്ന പോലീസുകാർ ഇവരെ കണ്ടുപിടിച്ചു. ഇത് ആരോടും പുറത്തു പറയാതിരിക്കാൻ വേണ്ടി ആ ഓണറുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി. ഇനിയെങ്കിലും അവര് രക്ഷപ്പെടുമോ? കാണാം അടുത്ത പാർട്ടിൽ.